ഇന്ന് കാളവയലിന്റെ 4ാം ദിവസം. നമുക്കറിയാം, അന്യം നിന്ന് പോകുന്ന കൃഷിരീതികൾ നമ്മുടെ യുവതലമുറയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാചീന കൃഷിരീതി പരിചയപ്പെടുത്തൽ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ നമുക്കറിയാം കാളവയലിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പൗരാണികമായ കാർഷിക മേളയായ കാളവയലിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കാളവയൽ അതിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ നിലയിൽ എല്ലാ വർഷവും നടത്തി മുമ്പോട്ട് പോവുകയാണ്. തന്നെ നിങ്ങൾക്കറിയാം, ഒരു സ്വകാര്യ ബില്ല് ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതടക്കം അനവധി അവസരങ്ങളിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലാണ് ഈ പദ്ധതി വരുന്നത്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗവൺമെൻറ് തലത്തിൽ തീർച്ചയായിട്ടും അത് നിയമം കൊണ്ടുവരികയും നിയമസാധുതയുടെ പരിരക്ഷയോടെ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറേ വർഷങ്ങൾ നിന്ന് പോയിട്ട് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് തുടങ്ങുവാൻ സാധിച്ചതാണ് മരമടി മത്സരം. ഇത് 2ാമത്തെ വർഷം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ദൂരെ നിന്നുള്ള കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു മരമടി മത്സരത്തിന് എല്ലാവിധ ആശംസ അറിയിക്കുന്നു. പ്രിയപ്പെട്ട MLA പറഞ്ഞതുപോലെ നിയമ സാധുതയോടുകൂടി തന്നെ കാളവയൽ വീണ്ടും കാളയോട്ട മത്സരങ്ങൾ പുനരാരംഭിക്കുവാനായിട്ട് MLAയുടെ നേതൃത്വത്തിലുള്ള എല്ലാ നടപടികളും നടക്കുന്നുണ്ട്. അടുത്ത വർഷം നമുക്ക് കാളയോട്ട മത്സരത്തോടുകൂടി തന്നെ നമുക്ക് ആഘോഷ പരിപാടികൾ നടത്തുവാനായിട്ട് സാധിക്കും. കാർഷിക ഗ്രാമമായ കാക്കൂരിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉരുക്കളെ കൈമാറ്റം ചെയ്യുന്നതിന് ആരംഭിച്ച ചന്തയാണ് കാളവയൽ. ആമ്പശ്ശേരി കാവിന് മുൻവശത്തുള്ള വയൽ ആണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നാളുകളിൽ തിരുമാറടി എടപ്രക്കാവിലെയും കാക്കൂർ ആമ്പശ്ശേരി കാവിലെയും ഉത്സവങ്ങളുടെ ഭാഗമായി 200 വർഷങ്ങൾക്ക് മുൻപ് കാളവയൽ ആരംഭിച്ചു. 135 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തി തിരുവിതാംകൂർ രാജാവ് സ്ഥാപിച്ച ശില വയൽ നഗരിയിൽ കാണാം. അശ്വതി നാളിൽ കാക്കൂർ ആമ്പശ്ശേരിക്കാവിൽ ഋഷഭം എഴുന്നള്ളിപ്പോടുകൂടി കാളവയൽ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു. പുലയ സമുദായ അംഗങ്ങളും കാഞ്ഞിരപ്പിള്ളി മനയിലെ കർഷക തൊഴിലാളികളുമായിട്ടുള്ള വാരപ്പെട്ടി സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള കാളതൊള്ളിക്കൽ ചടങ്ങ് ആരംഭിക്കുന്നു. എല്ലാ വീടുകളിലും കാളവയലിൻ്റെ ചരിത്രം പാടിക്കൊണ്ട് വാരപ്പട്ടി കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും വിത്തുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ശേഖരിച്ച വിത്തുകളുമായി അവർ അശ്വതി നാൾ വൈകുന്നേരം ആമ്പശ്ശേരിക്കാവിൻ്റെ പടിഞ്ഞാറ് നടയിൽ ഒത്തുചേരുകയും ആചാരപരമായിട്ടുള്ള വിത്തിടിയിൽ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു പോരുന്നു. ക്ഷേത്രപ്രവേശന കാലഘട്ടത്തിന് മുൻപേ തന്നെ പുലയ സമുദായ അംഗങ്ങൾക്ക് കാക്കൂർ ആമ്പശ്ശേരിക്കാവ് ക്ഷേത്ര മൈതാനിയിൽ പ്രവേശിക്കാനുള്ള അവകാശം നാട്ടിലെ പ്രമാണികളും ക്ഷേത്ര ഉടമസ്ഥരുമായ കാഞ്ഞിരപ്പള്ളി മന കാരണവർ നൽകിയിരുന്നു. കാക്കൂരിൻ്റെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ കാക്കൂരിൽ പുരാതനമായ പുലയ തറവാടുകൾ വളരെ ശക്തമായി നിലനിന്നിരുന്നു. ആർച്ച് വാതിലിനോട് കൂടിയിട്ടുള്ള ഉയർന്ന തറവലിപ്പമുള്ള 5 ഏക്കറോളം സ്ഥലം ഉടമസ്ഥതയിലുള്ള പുലയ തറവാട് കടപ്ലാവിൽ ചോതിയുടെ വീട് കാക്കൂരിലായിരുന്നു. കാഞ്ഞിരം പള്ളി മനയിൽ നിന്ന് 100 മീറ്റർ മാറി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി പുലയ സമുദായത്തിന് അനുവദിച്ച് നൽകിയ പതി എന്ന് പറയുന്ന പ്രദേശം നിലനിന്നിരുന്നു. ആചാരപരമായ ചടങ്ങുകൾ ഇന്നും ആരംഭിക്കുന്നത് പൂർത്തീകരിക്കുന്നത് പതിയിലാണ്. തിരുവിതാംകൂറിൻ്റെ ഏറ്റവും വലിയ കാർഷിക ഉത്സവമായ കാക്കൂർ കാളവയൽ പുരാതനമായൊരു കാർഷിക വിപണിയായിരുന്നു.